പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. ഇതിലും എളുപ്പത്തിൽ മറ്റൊരു പുഡിംഗ് ഉണ്ടാവില്ല, അത്ര എളുപ്പമാണ്. അതുപോലെ തന്നെ വെറും 3 ചേരുവ മാത്രം മതി ഈ ഒരു പുഡിങ്ങിന്. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു അടിപൊളി പുഡിംഗ് ആണ്. കുട്ടികളൊക്കെ പുഡിംഗ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് നട്സ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 തവി പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലിലേക്ക് ഇത് കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് കോൺഫ്ലവർ ആണ്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ തിക്കായി വരണം. ഇത്രയും തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 2-3 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതെന്തായാലും നിങ്ങൾക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിന് മുകളിൽ കുറച്ച് നട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ അതും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്